RCB ഇപ്പൊ ബ്രോന്റെ ഞാൻ ലൈക്ക് ഇൻസ്റ്റ എല്ലാം കണ്ടിട്ട് ഞാൻ ലൈക്ക് ബ്രോന്റെ ഫേവറേറ്റ് പ്ലേയേഴ്സ് എന്തായാലും എനിക്ക് കണ്ടിട്ട് തോന്നിയത് വിരാട് കോഹ്ലി ആൻഡ് AB de Villiers ആണ്. ഇവർ രണ്ടുപേരെയൊന്നും കൂടുതൽ ഇഷ്ടമല്ല. എന്തുകൊണ്ട്? RCB ഒരു പ്ലെയറിനെ എടുത്താൽ നല്ലതായിരിക്കും എന്ന് ബ്രോന് തോന്നുവാണെങ്കിൽ അതാരായിരിക്കും? So hi bro, welcome to our podcast. Welcome to Podzi. അപ്പോൾ ബ്രോ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ സൈഡ് ആം സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റോൾ ഒരു ടീമിൽ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, എൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെസിഗ്നേഷൻ ത്രോഡ് ആം സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സൈഡ് ആം സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോച്ചിങ്ങിൻ്റെ ഒരു ഫീൽഡായിട്ട് തന്നെ വരില്ല. അതായത് നമ്മുടെ ഓപ്പോസിഷൻ ടീമിലുള്ള ബോളേഴ്സ്, ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ അനാലിസിസ്, അതായത് അവരുടെ സ്ട്രോങ് സോൺ, അവരുടെ മെയിൻ ബോളിംഗ് എന്താണ്, ഫാസ്റ്റ് ബോളേഴ്സ് ആണെങ്കിൽ അവരുടെ സ്ട്രോങ് സോൺ, വീക്ക് സോൺ, അവരുടെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് പഠിച്ചു അത് ബാറ്റ്സ്മാൻമാർക്ക് പ്രാക്ടീസ് സെഷൻസിൽ ആണ് ബേസിക്കലി ഒരു ത്രോഡ് ആം സ്പെഷ്യലിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അപ്പൊ അവർക്ക് മാച്ചസിൽ വരുമ്പോഴത്തേക്കും ഈ പ്ലേയേഴ്സിനെ ഫേസ് ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നു. ഓക്കെ ബ്രോ, അപ്പം ഇപ്പൊ RCBയിലെ ത്രോഡ് ഓൺ സ്പെഷ്യലിസ്റ്റ് ആണല്ലേ, അപ്പം എങ്ങനെയാണ് ലൈക്ക് ഫസ്റ്റ് ടൈം RCBന്ന് കോള് വന്നപ്പം ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ലൈക്ക് ഫസ്റ്റ് ടൈം ഞാൻ ലൈക്ക് നമ്മളെല്ലാവരും അഡ്മയർ ചെയ്യുന്ന പ്ലേയേഴ്സ് ആണല്ലോ RCBയിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ AB de Villiers ആയിക്കോട്ടെ, വിരാട് കോഹ്ലി ആയിക്കോട്ടെ, അപ്പൊ അവർക്കൊക്കെ ഫസ്റ്റ് ടൈം ബോൾ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ് എന്നാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു ഫസ്റ്റ് കോളപ്പ് വരുന്ന സമയത്ത്. ഞാൻ വേറെ ഒരു ഫ്രാഞ്ചൈസി ടൂർണമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് കോള് വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റഡ് ആയിരുന്നു കോൾ എന്ന് പറയാം. നമ്മൾ പണ്ട് തൊട്ട് എൻ്റെ ഫേവറേറ്റ് ടീമാണ് RCB. പണ്ട് തൊട്ട് IPL കാണുന്ന സമയത്ത് തൊട്ട് എൻ്റെ ഫേവറേറ്റ് ടീമാണ് RCB. വിരാട് കോഹ്ലി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവിടുന്ന് ഒരു ടീം കോൾ വരുമെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ആ ടൈമിലാണ് എൻ്റെ ഫസ്റ്റ് ഇയറിൽ, ആ ടൈമിലാണ് കോവിഡ് ഹിറ്റ് ചെയ്തത്. നമ്മുടെ കോവിഡ് ഹിറ്റ് ചെയ്ത ഇയറിലാണ് IPL കുഴപ്പം വരുന്നത്. അപ്പൊ അതില് കുറെ നാൾ നല്ല ടെൻഷൻ ആയിരുന്നു, ലൈക്ക് IPL ക്യാൻസൽ ആവുമോ, ഫസ്റ്റ് ഇയർ ആയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറെ ടെൻഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഹോപ്പ്ഫുള്ളി നടന്നു, IPL നടന്നു, ഹാപ്പി, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ലൈക്ക് ആ ഫസ്റ്റ് ബോൾ വന്നിട്ട്. ഫസ്റ്റ് ടൈം ഈ പ്ലേയേഴ്സിനൊക്കെ ബോൾ ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? വിരാട് കോഹ്ലിക്കും AB de Villiers-നൊക്കെ, അല്ലെങ്കിൽ മാക്സ്വെൽ ആയിക്കോട്ടെ. അതെ, ഞാൻ പറഞ്ഞ ആ കോവിഡ് ഹിറ്റ് ചെയ്ത വർഷം എന്തായിരുന്നു വെച്ചാൽ നമുക്ക് സ്ഥിരം പ്രാക്ടീസ്, ഇത് നമുക്ക് ത്രോഡ് സെഷൻസ് പറഞ്ഞാലും ഡെയിലി ഇപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവമാണ് ത്രോഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കൊന്നൊരു മെയിൻ ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ കോവിഡിന്റെ വർഷമായതുകൊണ്ട് ഇന്ത്യ ക്വാറന്റൈൻ, ഒരു 1 month അടുത്ത് ക്വാറന്റൈൻ കണത്തിലാണ് നമ്മൾ സെഷൻ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ എനിക്ക് സെഷൻ തുടങ്ങാൻ 1 month പ്രാക്ടീസ് ഇല്ലാണ്ട് ഒരു ഹോട്ടലിൽ അടച്ചു കിടന്നിട്ട് ഫസ്റ്റ് സെഷൻ എറിയാൻ പോകുന്നത് വിരാട് കോഹ്ലിയാണ് ഫസ്റ്റ് ഫേസ് ചെയ്യാൻ നിൽക്കുന്ന ബാറ്റ്സ്മാൻ. അപ്പൊ അതിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഫസ്റ്റ് ബോൾ എറിയാനായിട്ട് ഒരു 1-2 ബോൾ എറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് സെറ്റായി, പിച്ചിനോട് സെറ്റായി. പിന്നെ ആ ഒരു സെഷൻസ് കംഫർട്ടബിൾ ആയി. ഫസ്റ്റ് 2 ദിവസം ആദ്യത്തെ ബോൾ തന്നെ നല്ല ബോളായിരുന്നോ? ആദ്യത്തെ ബോൾ നല്ല കറക്റ്റ് സ്ഥലത്ത് തന്നെ വീണേ. അപ്പൊ തന്നെ കോൺഫിഡൻസ് ആയി. ഓക്കെ, എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്, ഈ ഫ്ലിക്കർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ഇതിലോട്ട്? ഓക്കെ, ഞാനൊരു 16 years ആയിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ലൈക്ക് കുഞ്ഞിലെ തൊട്ട് കളിച്ചുകൊണ്ടിരുന്ന പ്രൊഫഷണൽ ക്രിക്കറ്റ് ആയിരുന്നു. ഞാൻ ലെഫ്റ്റ് ആം ചൈനാമൻ ബോളർ ആയിരുന്നു. നമ്മുടെ കുൽദീപ് യാദവിന്റെ ഒക്കെ ഒരു ബോളിംഗ് സ്റ്റൈലുള്ള ബോളർ ആയിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ Under-19 ഡിസ്ട്രിക്ട് അതൊക്കെ കളിച്ച് ആ ടൈമിലാണ് എനിക്കൊരു ഇഞ്ചുറി വരുന്നത്. അതായത് 18-19 ഇയേഴ്സിൽ എനിക്കൊരു ഇഞ്ചുറി പറ്റി. അതായത് മാച്ച് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബോൾ എറിഞ്ഞിട്ട് നിലത്ത് വീണുപോയി. ഇപ്പോൾ ബാറ്റ്സ്മാൻ നേരെ അടിച്ചിട്ട് കറക്റ്റ് എൻ്റെ ഹെഡിന്റെ ഇവിടെ ആയിട്ട് ബോൾ കൊണ്ടിട്ട് എനിക്ക് ബ്ലഡ് ക്ലോട്ട് ആയി തലേൻ്റെ ഉള്ളിൽ. പിന്നെ കുറച്ച് സൈറ്റ് ഇഷ്യൂസും അതൊക്കെ ആയിട്ട് എനിക്ക് കളി നിർത്തേണ്ടി വന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു ഡെപ്ത് പെർസെപ്ഷൻ കുറവാണ്, അതുകൊണ്ട് എനിക്ക് മാച്ചസ് ആയിട്ട് കളിക്കാൻ പറ്റത്തില്ല എന്നുള്ള എനിക്ക് ലൈക്ക് മെഡിക്കൽ റിപ്പോർട്ട് വന്നു. അങ്ങനെ ലൈക്ക് ക്രിക്കറ്റ് ലൈക്ക് കളിക്കുക എന്നുള്ളൊരു ഫീൽഡ് നിർത്തി. എന്നിട്ടാണ് പയ്യെ എൻ്റെ കോളേജിലൊക്കെ ഈ സൈഡ് ആം എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റിന്റെ പേര് റോബോം എന്ന് പറയും. അപ്പോൾ ആ എക്യുപ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അത് എടുത്തിട്ട് എൻ്റെ കോളേജ് ടീമിലെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ പയ്യെ നമ്മുടെ നെറ്റ്സിലും പ്രാക്ടീസ് സെഷൻസിലൊക്കെ ഇത് എറിഞ്ഞു കൊടുത്തു തുടങ്ങി. അങ്ങനെ നമ്മുടെ കേരള ടീമിലെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ സച്ചിൻ ചേട്ടനെ ഇത് കണ്ടിട്ട് സച്ചിൻ ചേട്ടൻ എറിയുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ സച്ചിൻ ചേട്ടൻ്റെ സെഷൻ തുടങ്ങി. സച്ചിൻ ചേട്ടൻ എന്നെ കേരള ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. അങ്ങനെ കേരള ടീമിലെ ഒരു 4-5 വർഷം കേരള ടീമിലായിരുന്നു. ആ വർഷമാണ് KB അരുൺ കാർത്തിക് എന്ന് പറഞ്ഞൊരു പ്ലെയർ നമുക്ക് ഗസ്റ്റ് കളിക്കുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. അപ്പോൾ ആള് എന്നെ ഇതുപോലെ കണ്ടിട്ട് ചെന്നൈയിലോട്ട് കൊണ്ടുപോയി. അവിടെ TNPL ടൂർണമെന്റ് ഉണ്ട്, നമ്മുടെ തമിഴ്നാട് പ്രീമിയർ ലീഗ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ RCBന്റെ സ്കൗട്ട്സ് കണ്ട്
അവരെന്നെ ഇൻവൈറ്റ് ചെയ്യണത് RCBയിലോട്ട്. കാരണം ഞാൻ ലെഫ്റ്റ് ആം ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ്, അതായത് ലെഫ്റ്റ് ആ സമയത്ത് ഇന്ത്യയിൽ 1-2 പേരുള്ളൂ ലെഫ്റ്റ് എറിയുന്നത്, സൈഡ് ആം എറിയുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇവർ കണ്ട വഴി എനിക്ക് കോൾ വന്നു RCB. ബ്രോ അപ്പം ഇതേപോലെ ബ്രോനെ പോലെ തന്നെ കുറെ ആൾക്കാർ എന്താ പറയുക, ഇപ്പൊ ക്രിക്കറ്റിൽ കളിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇതേപോലെ കുറെ സൈഡ് ഫീൽഡ്സ് ക്രിക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് ബ്രോന് എന്താ പറയാനുള്ളത്? ലൈക്ക് എങ്ങനെയാണ് ഒരാൾക്ക് ഇപ്പം ഇങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സൈഡ് ആം സ്പെഷ്യലിസ്റ്റ് ആവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ലൈക്ക് ഇപ്പൊ നമ്മളൊരു ക്രിക്കറ്റർ ആവാന്ന് വെച്ചാൽ ഒരു സ്ട്രേറ്റ് ഒരു ഇപ്പം ഫസ്റ്റ് നമ്മൾ ഡിസ്ട്രിക്ട് ടീമിൽ കയറുക, പിന്നെ സ്റ്റേറ്റ് ടീമിൽ കയറുക, അങ്ങനെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതുപോലത്തെ ലൈക്ക് സൈഡ് ജോബ്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ആവാന്ന് തന്നെ കുറെ ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം ഒന്ന് ക്ലാരിഫൈ ചെയ്യാവോ? ക്രിക്കറ്റ് നമ്മളിപ്പോ കാണുന്ന ക്രിക്കറ്റ്, അതായത് നമ്മൾ കാണുന്ന ക്രിക്കറ്റിൽ ഒരു 11 പ്ലേയേഴ്സ്, 2 ടീമിലെ 11 പ്ലേയേഴ്സ് കളിക്കുന്നു, അതാണ് ക്രിക്കറ്റ്. ഒരു 2 ടീം 11-22 പേര് കളിക്കുന്നതാണ് നമ്മൾ TV-യിൽ കാണുന്നത് ക്രിക്കറ്റ്, അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന ക്രിക്കറ്റ്. പക്ഷേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറേ ഇതുള്ളതാണ്. അതായത് നമുക്ക് ക്രിക്കറ്റ് പറയുമ്പോൾ ഈ പ്ലേയേഴ്സ് അല്ലാണ്ട് അമ്പയേഴ്സ്, സ്കോറേഴ്സ്, അതുപോലെ ഗ്രൗണ്ട്, അതുപോലെ നമ്മുടെ ട്രെയിനിങ് കോച്ചസ്, അതുപോലെ മീഡിയ സൈഡ്, അങ്ങനെ ഇഷ്ടം പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ക്രിക്കറ്റിൽ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ സംഭവമാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഒരു കോച്ച് ലൈക്ക് ഒരു ട്രെയിനിങ് സെൻറ്ററോ അല്ലെങ്കിൽ കോച്ചിങ് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ തന്നെ എക്യുപ്മെൻറ്റ് മേടിച്ച് നമ്മൾ തന്നെ എറിഞ്ഞ് പഠിക്കുകയാണ് സാധനം. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തു തന്നെ, നമുക്കൊരു ലൈക്ക് പറഞ്ഞു തരാൻ, നമുക്ക് ട്രെയിൻ തരാനായിട്ട് അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ സാധനം മേടിച്ച് തന്നെത്താൻ എറിഞ്ഞ് പഠിക്കുക ചെയ്ത് സാധനങ്ങളൊക്കെ. അതിൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വരാനാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ ആക്യുറസി, സ്പീഡ്, അതുപോലുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാണ്. അത് നമ്മൾ സെൽഫ് പ്രിപ്പറേഷനാണ് മെയിൻ. അതായത് നമുക്ക് ഒരു കോൺഫിഡൻസ് വരണം. അത് പിന്നെ ഒരു ബാറ്റ്സ്മാൻ്റെ അടുത്തുകൊണ്ട് ഈ ബോൾ യോർക്കർ എറിയുന്നു പറഞ്ഞാൽ ഈ ബോൾ നമുക്ക് കറക്റ്റ് യോർക്കർ എറിയാനുള്ളൊരു കോൺഫിഡൻസ് വേണം. അതിനനുസരിച്ചുള്ള ആക്യുറസിയും സംഭവങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കലാണ് പ്രൈമറി സ്റ്റെപ്പ്, അതായത് കയറാനായിട്ടുള്ള ആ ആക്യുറസിയും സ്പീഡ് നമുക്കുണ്ട്. ഓട്ടോമാറ്റിക് നമ്മളായിട്ട് അങ്ങോട്ട് പഠിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ടീംസ് ഇങ്ങോട്ട് തന്നെ അപ്രോച്ച് ചെയ്യും ഒബ്വിയസ്ലി. ഓക്കെ ബ്രോ ഇപ്പം ലൈക്ക് കുറെ ആക്യുറസി ബിൽഡ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പൊ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാനിപ്പം ഞങ്ങൾ ലൈക്ക് ഈ ഡ്രിൽസ് ഒക്കെ ചെയ്യാറുണ്ട് പ്ലാസ്റ്റിക് ബോൾസ് വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ അതിൽ ഈ റോബോം യൂസ് ചെയ്തിട്ടാണ് എറിയാറ്. അപ്പൊ ഞങ്ങളുടെ കോച്ച് ഞങ്ങൾക്ക് എറിഞ്ഞു തരും. പക്ഷെ ഞങ്ങൾ ലൈക്ക് ട്രൈ ചെയ്യുന്നതോറും അത് ലൈക്ക് സ്ട്രേറ്റ് വരത്തില്ല. ഞങ്ങൾ കുറെ ട്രൈ ചെയ്യും. അപ്പം ലൈക്ക് എന്താണ് ലൈക്ക് ആക്യുറസിക്ക് ഒരു ഇതായിട്ട് പറയാൻ പറ്റുമോ? ലൈക്ക് എത്ര അവേഴ്സ് ഓഫ് പ്രാക്ടീസ് വേണ്ടി വരും ഒരാൾക്ക് ഒരു സൈഡ് ആം സ്പെഷ്യലിസ്റ്റ് ആവാൻ? അത് ഓരോരുത്തരുടെ ഇത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ലൈക്ക് ഞാനിപ്പോൾ റോബോം യൂസ് ചെയ്യുമ്പോൾ 7 വർഷമായി എറിയുന്നു സൈഡാം. ഇപ്പോൾ IPL തന്നെ 4 years കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ 7-8 വർഷമായിട്ട് സൈഡാം എറിയുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1 hour ഓഫ് ലൈക്ക് എന്താ പറയുക ഒരു പെർഫെക്ഷൻ എന്താണെന്ന് വെച്ചാൽ 1 hour ഓഫ് ഡ്രിൽസാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത്. ആക്ച്വലി ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു എങ്ങനെ 30 to 40 hours എവറി ഡേ ഞാൻ എറിയുമായിരുന്നു. എനിക്കൊരു ആക്യുറേറ്റ് ലെവലിൽ നിന്ന് എത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു ബിഗിനിങ് സ്റ്റേജ് ടു ഒരു ആക്യുറേറ്റ് സ്റ്റേജ് എന്നുള്ള സംഭവം. അതുവരെ നമ്മളൊരു 40 to 50 hours പെർ ഡേ എറിയുമായിരുന്നു. അതായത് നമ്മൾ സ്പോട്ട് ബോൾ ചെയ്യത്തില്ലേ ബേസിക്കലി, അതായത് നമ്മുടെ കോൺ വെച്ചിട്ട് എറിയത്തെ സംഭവം. അതുപോലെ തന്നെ യോർക്കർ സ്പോട്ടിൽ ഷൂ വെക്കും, അതുപോലെ ഗുഡ് ലെങ്ത്തിൽ ഒരു കോണ്, ഡ്രൈവിംഗ് ലെങ്ത്തിൽ കോണ്, ഷോർട്ട് ലെങ്ത്തിൽ ഒരു കോണ്, പ്ലാസ്റ്റിക് കോൺസ് വെച്ചിട്ട് അതിൽ ഹിറ്റ് ചെയ്യുക. അതുപോലെ ടോപ്പ് ഓഫിൽ നമ്മുടെ സ്റ്റംസിൻ്റെ മുകളിൽ കോൺ വെച്ചിട്ട് അതിൽ ഹിറ്റ് ചെയ്യുക. നെറ്റ്സിലൊരു ക്ലോത്ത് ഹാങ് ചെയ്തിട്ട് അതിൽ ഹിറ്റ് ചെയ്യുക. അങ്ങനെ കൊണ്ട് അതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ ഡ്രിൽസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ. പിന്നെ ഇതിൻ്റെ ആക്യുറസീൻ്റെ ബോള് കൺട്രോളിങ് നമുക്ക് എല്ലാവരുടെയും റിലീസ് പോയിന്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എല്ലാ സൈഡ് ആമേഴ്സിനും ടെക്നിക്കൽ സൈഡ് ഡിഫറെൻ്റ് ആണ് ആക്ച്വലി. ഓരോരുത്തരുടെ ആക്ഷനും റണ്ണപ്പും അവരുടെ ബോഡി ഹൈറ്റ് അതെല്ലാം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന ഒരു ടെക്നിക്ക് എല്ലാവരുടെ അടുത്ത് ഫൈമായിട്ട് ഫോളോ ചെയ്യാൻ പറയാൻ പറ്റത്തില്ല സൈഡ് ആമിൽ, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ടെക്നിക്കൽ, അതായത് നമ്മൾ ഓരോരുത്തർ റിലീസ് പോയിന്റും ഹൈറ്റും അതൊക്കെ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ്. അത് നമുക്കൊരു ഫീലാണ്. നമ്മൾ ബോളേഴ്സ് എങ്ങനെയാണ് നമ്മുടെ സ്ഥലം എറിയാനുള്ള ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് സൈഡ് ആം. ആ ഒരു ഫീല് കിട്ടണം നമുക്ക്. അതായത് ഇവിടുന്ന് റിലീസ് ചെയ്തപ്പോൾ ഇവിടെ വീഴും, ഇവിടുന്ന് റിലീസ് ചെയ്തപ്പോൾ ഇവിടെ വീഴും. ആ ഒരു സംഭവം നമ്മൾ എറിഞ്ഞെറിഞ്ഞ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ ബ്രോ, ഇപ്പം RCB എന്ന് പറയുന്ന ടീമില് എങ്ങനെയാണ് ഒരു ആംബിയൻസ് RCB ടീമില്? RCB ടീം ഒരു ഫാമിലി പോലെ, ലൈക്ക് എൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി പോലെയാണ് RCB. അതായത് ഞാൻ ഫസ്റ്റ് ഇയർ ചെല്ലണ വർഷം നല്ല ടെൻഷനായിരുന്നു. ലൈക്ക് ഇത്രയും വലിയൊരു സ്റ്റാർട്ടമുള്ള ടീമിലേക്ക് കയറുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. നമുക്ക് വിളിച്ച നമ്മുടെ കോച്ചസ് ആയാലും അതുപോലെ തന്നെ മാനേജ്മെൻ്റ് ആയാലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. കോൺട്രാക്റ്റിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു.
അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ പ്ലേയേഴ്സും, അതായത് നമ്മുടെ ടീമിന് ആ സമയത്ത് ഒരു പാരന്റലായിട്ട് കൊണ്ടു നടക്കുന്ന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ വിരാട് ഭായും ABD സാറുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല കമ്പനി ആയിരുന്നു. ചെന്ന വഴി നമുക്ക് ഇങ്ങോട്ട് വാട്സപ്പിൽ മെസ്സേജെല്ലാം വന്നു, ഹായ് ഗബ്രിയൽ, വിരാട് ഹിയർ, ഫീൽ കംഫർട്ടബിൾ വിത്ത് ടീം, ഫീൽ ലൈക്ക് എ ഫാമിലി എന്നൊക്കെ രീതിയിൽ അത് ആള് എല്ലാവർക്കും അയക്കുന്നത്. ലൈക്ക് ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സിനുമായിട്ട് എല്ലാവരും ഒരു ഫാമിലി പോലെ അവർ കാണുന്നത്. ഭയങ്കര ഒരു വൈബ്രന്റ് ടീമാണ്. അതായത് ഓൺ ദ ഫീൽഡ് ആ ഒരു നല്ലൊരു അഗ്രഷനും, അതായത് ജയിക്കുക എന്നുള്ള സംഭവം ഉണ്ട്. പക്ഷെ ഓഫ് ദ ഫീൽഡ് വൺസ് ദാറ്റ് പ്രാക്ടീസ് സെഷൻ അല്ലെങ്കിൽ മാച്ചിൻ്റെ ഇത് കഴിഞ്ഞാൽ എത്തുന്ന ഒരു ഫുൾ ഒരു എന്താ പറയുക, ഒരു ഫൺ വൈബ്, ഫാമിലി വൈബ്, ഗെയിംസ്, പ്രാങ്ക്സ്, അങ്ങനെ പറഞ്ഞിട്ട് നല്ലൊരു നമ്മളെങ്ങനെയാണോ ഫ്രണ്ട്സ് ഫാമിലീസ് നടക്കണം അതുപോലെ തന്നെ. ഇപ്പം ഓൺ സീസൺ കോണ്ടാക്ട് ഉണ്ടാവും പറഞ്ഞു, ഓഫ് സീസണും കോണ്ടാക്ട് ഉണ്ടാവാറുണ്ടോ? ഓഫ് സീസൺ ഇടയ്ക്ക് പ്ലേയേഴ്സ് ആയിട്ട് എല്ലാം ടച്ച് ഉണ്ട്. ചിലർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, അല്ലാത്തവർ ഇപ്പോൾ ABD സാറൊക്കെ കഴിഞ്ഞാൽ നവംബറിലൊക്കെ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ടൂറിനായിട്ട്. അപ്പോൾ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആളുടെ കൂടെ 10 days പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല കോണ്ടാക്ട്, നല്ല ടച്ച് ഉണ്ട് പ്ലേയേഴ്സ് ഓഫ് സീസൺ. ഇപ്പം RCB പ്ലേയേഴ്സിന് പുറമെ ആരായിരിക്കും എറിഞ്ഞു കൊടുത്ത് ഇഷ്ടപ്പെട്ട ഒരു ബാറ്റ്സ്മാൻ, ഒരു 5 പേര്? ഞാൻ നമ്മുടെ ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസും ഇന്ത്യ ന്യൂസിലൻഡും മാച്ചസ് നടന്ന സമയത്ത് ഇന്ത്യൻ ടീമിൽ എറിഞ്ഞായിരുന്നു, സെഷൻ ചെയ്തായിരുന്നു. അതിൽ KL രാഹുൽ എനിക്ക് വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ്. ഋഷഭ് പന്ത്, ധോണി ഭായ് ആ സമയത്ത് എറിഞ്ഞാണ്, ധോണി ഭായ്ക്ക്. അതുപോലെ തന്നെ പിന്നെ ആർക്കറിഞ്ഞ ആ സമയത്ത് ഇന്ത്യൻ ടീമിൽ എറിഞ്ഞ നമ്മളൊരു സെഷൻ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള അവരാണ്. ആ ഒരു സ്ട്രെച്ച് നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു. RCB ടീമിന്റെ അകത്ത് സെഷൻ ചെയ്യാൻ ഇഷ്ടമുള്ള പ്ലെയർ ആരാ? ലൈക്ക് കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ അങ്ങനെ കോമ്പറ്റീറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തങ്ങനെ എപ്പോഴും വിരാട് ഭായ്, മാക്സ്വെൽ, ABD ഇവർക്ക് കയറിയായിരുന്നു. ഓക്കെ, ഇവരൊക്കെ ഒരു സെഷൻ ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ ചെയ്യും? ഇല്ലെങ്കിൽ അത് ലൈക്ക് ടീം സെഷൻ 3 hours സ്പ്ലിറ്റ് ആണ്. എല്ലാവർക്കും ബാറ്റിംഗ് സ്പ്ലിറ്റ് ആണ്, 45 minutes വെച്ചിട്ട് എല്ലാവർക്കും സ്പ്ലിറ്റ് ആണ്. ഇവർ എക്സ്ട്രാ ചെയ്യാനുണ്ടെങ്കിൽ വിരാട് ഭായ്ക്ക് എക്സ്ട്രാ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ കയറുന്നപ്പോൾ നമ്മൾ ടീം പോണതിനൊരു 1 hour മുമ്പ് അല്ലെങ്കിൽ 1.5 hours മുമ്പ് വിരാട് ഭായ് നമ്മുടെ ഇവിടെ കാറിൽ ഗ്രൗണ്ടിൽ പോകും. നമ്മൾ സെപ്പറേറ്റ് വിരാട് ഭായിയോട് ചെയ്യും, അല്ലെങ്കിൽ പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞിട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് എങ്ങനെ അത് അവരുടെ ഒരു വർക്ക് പാറ്റേൺ അനുസരിച്ചാണ്. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യും പ്രാക്ടീസ് സെഷൻസ്, അങ്ങനെയാണ്. അപ്പോൾ ലൈക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ബോളാണ് എറിയേണ്ടതെന്ന് അവര് മുമ്പേ പറയുമോ? ചിലര് റാൻഡം ആയിട്ട് നമുക്കൊരു മാച്ച് ഫീൽഡിൽ തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഒന്നും വർക്ക് ചെയ്യാനില്ല, അതായത് അവര് സ്പെസിഫിക് ആയിട്ട് ഒന്നും വർക്ക് ചെയ്യാനില്ല, ജസ്റ്റ് മാച്ച് പ്രിപ്പറേഷൻ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേയിലുള്ള മാച്ച്, ഇപ്പോൾ എക്സാമ്പിൾ സൺറൈസേഴ്സ് ആയിട്ട് മാച്ച് എങ്കിൽ ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് ആം നടരാജൻ എറിയുന്ന ബോൾസ്, അതുപോലെ അതായിരിക്കും ഞാൻ മെയിൻലി ചെയ്യണത്. അതായത് ന്യൂ ബോളിൽ വിരാട് ഭായ് അങ്ങനെയുള്ള ഒരു ന്യൂ ബോൾ ഫേസ് ചെയ്യാൻ ഓപ്പണേഴ്സ് 1 down ഒക്കെ വരുമ്പോൾ ഹാർഡ് ലെങ്ത്തിൽ ഇൻ സ്വിങ് ഔട്ട് സ്വിങ് എറിഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ മാക്സ്വെല്, DK ഭായ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഡെത്തിൽ വരണ പോലെ ഓഫ് കട്ടേഴ്സ്, സ്ലോവേഴ്സ്, സ്ലോ ഹിറ്റിങ്ങിനായിട്ടുള്ള ബോൾസ് അതെല്ലാം മിക്സ് ചെയ്ത് എറിഞ്ഞു കൊടുക്കും. ഇൻ കേസ് ആരെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്ത് പറയാം, ഓക്കെ ഞാനിപ്പോൾ യോർക്കർ തേർഡ് മാൻ പ്ലേസ് ചെയ്യാനായിട്ടുള്ള വർക്കാണ്, അല്ലെങ്കിൽ സ്കൂപ്പ് പ്രാക്ടീസ് ചെയ്യാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ യോർക്കേഴ്സ് മിസ് ചെയ്യണ പോലുള്ള ഫുൾ ടോസ് അങ്ങനെ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലെങ്ത് ഒക്കെ എറിഞ്ഞു കൊടുക്കും. ഓക്കെ ബ്രോ, ഇപ്പം RCB ഇപ്പൊ ബ്രോന്റെ ഞാൻ ലൈക്ക് ഇൻസ്റ്റ എല്ലാം കണ്ടിട്ട് ഞാൻ ചോദിക്കും, ലൈക്ക് ബ്രോന്റെ ഫേവറേറ്റ് പ്ലേയേഴ്സ് എന്തായാലും എനിക്ക് കണ്ടിട്ട് തോന്നിയത് വിരാട് കോഹ്ലി ആൻഡ് ABD വില്ലേഴ്സ് ആണ്. ഇവർ രണ്ടുപേരെയൊന്നും കൂടുതൽ ഇഷ്ടമാരാ? എന്തുകൊണ്ട്? ഇടത്തെ കണ്ണാണോ വലത്തെ കണ്ണാണോ ഇഷ്ടം ചോദിച്ചപ്പോൾ എന്താ? ഓക്കെ, എന്നാലും എനിക്ക് ഒരു സ്റ്റെപ്പ് ഫേവറേറ്റ് ABD സാർ തന്നെ. ഇപ്പം അടുത്ത സീസണില് ഇപ്പം ഓപ്ഷൻ വരാറായി, ഇപ്പം 2-3 മാസത്തിൽ ഓപ്ഷൻ നടക്കും എന്തായാലും. RCB ഒരു പ്ലെയറിനെ എടുത്താൽ നല്ലതായിരിക്കും എന്ന് ബ്രോന് തോന്നുവാണെങ്കിൽ അത് ആരായിരിക്കും? ഇപ്പൊ നമ്മുടെ IPL ഇല്ലാത്തൊരു പ്ലെയറോ? IPL ഉള്ളതായാലും ഇല്ലാത്തതായാലും ഇപ്പൊ ലൈക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന പ്ലെയർ, ലൈക്ക് ഒരു ടീമിലും ഇല്ലാത്ത പ്ലെയർ അങ്ങനത്തെ IPL വേറെ ഒരു ടീമിൽ ഇല്ലാത്തൊരു പ്ലെയർ അല്ലേ? ലൈക്ക് ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കുന്ന, ഇപ്പം എല്ലാ ടീമും റിലീസ് ചെയ്തിരിക്കുന്ന പ്ലെയർ. ഈ സ്റ്റോക്കിലേക്ക് നമ്മൾ ഓൾറെഡി ഉണ്ട്, ടീമിലുണ്ട്. കഴിഞ്ഞാണ് ഇഞ്ചുറി ആയിട്ട് കളിക്കാത്ത പ്ലേയേഴ്സ് ആണ്. അതായത് RCBയിൽ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത പ്ലേയേഴ്സ് ആണ്. നമ്മൾ തന്നെ ഓൾറെഡി നമ്മുടെ സ്ക്വാഡിലുണ്ട് ബ്രോ. ലൈക്ക് നമുക്കൊരു കുറച്ച് പേരെ ഒന്ന് ലൈക്ക് ഗ്രൂം ചെയ്തെന്ന് വരുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ അവിനാഷ് എന്നൊക്കെ പറഞ്ഞു, അവിനാഷ് മൻഹാസ് ഒരു നമ്മുടെ ഹിമാചലിന്റെ പ്ലെയറാണ്, അവിടുന്ന് തന്നെ ജമ്മു കാശ്മീരിൽ നിന്ന് വന്ന പ്ലെയറാണ്. നമ്മുടെ ഉമ്രാൻ മാലിക്കിന്റെ ഒക്കെ സൈഡിൽ നിന്നുള്ള ഒരു പ്ലെയറാണ്. അതായത് എനിക്ക് തോന്നുന്നു ഉമ്രാൻ മാലിക്കിനേക്കാളും സ്പീഡിൽ ബോൾ എറിയുന്ന ഒരാളാണ്. അതായത് 150+ സ്പീഡുള്ള ആളാണ്. ആളെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീം. അതായത് നല്ല
ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫാസ്റ്റ് ബോളർ ആണുള്ള കാലിബറുള്ള പ്ലെയർ ആണ്. മാച്ചസ് ഒന്നും കളിച്ചിട്ടില്ല ഇതുവരെ. RCBയിൽ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അടുത്ത വർഷം ഡെബ്യൂ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അത് നല്ലൊരു ഈ കോച്ചസുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് RCBയിലുള്ള? കോച്ചസൊക്കെ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ സീസൺ വരെ ഇപ്പോൾ ഈ സീസണിൽ കോച്ചസ് എല്ലാം മാറി, പുതിയ കോച്ചസാണ്, നമ്മളായിട്ടും കോൺടാക്ട് ആയിട്ടില്ല. കഴിഞ്ഞ സീസൺ വരെയുള്ളതിൽ എല്ലാവരും, അതായത് സഞ്ജയ് ബംഗർ സാറ്, മൈക്ക് ഹെസൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ശ്രീരാം സാർ, അങ്ങനെ ഉണ്ട്, ആഡം ഗ്രിസ്റ്റ്, എല്ലാ കോച്ചസും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സംസാരിക്കാനായിട്ട് ഭയങ്കര ഫ്രീ ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നല്ലൊരു ലേണിംഗ് പ്രോസസ്സാണ് അവരുടെ കൂടെ. അതായത് അവർക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കോച്ചസാണ് ഓൾറെഡി വരുന്നത്. കാരണം ന്യൂസിലൻഡിൻ്റെ ഒരു കോച്ച്, ഹെഡ് കോച്ച്, അതുപോലെ ഇത്രയും എക്സ്പീരിയൻസ് സഞ്ജയ് ബംഗർ സാറൊക്കെ അറിയാമല്ലോ എക്സ്പീരിയൻസ്. നമുക്ക് ഓൾറെഡി അവരുടെ കൂടെ സെഷൻസ്, അവരുടെ ഒരു ഗൈഡൻസിൽ സെഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ലേണിംഗ് പ്രോസസ്സാണ്. അതുപോലെ അവർ പറയുന്ന സാധനം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവർക്കുള്ള ഹാപ്പിനെസ്, അതൊക്കെ ഒരു ഭയങ്കര ഫീലാണ്. നമുക്ക് ഏറ്റവും മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ലേണിംഗ് പ്രോസസ്സാണ്. അവരുടെ ഒരു നോളജ്, അവർ പ്ലേയേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ സംഭവം നമുക്ക് കേട്ട് പഠിക്കുമ്പോൾ ഓക്കെ ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം ഈ സാധനം, ലേണിംഗ് നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നിന്ന് പറയുകയാണ് ഓക്കെ ഇത്ര ബോളിൽ ഇത്ര റൺസ് ഡിഫെൻഡ് ചെയ്യണം, ഇതൊക്കെ കൊടുക്കുന്ന ചലഞ്ച്, എനിക്കുള്ള ചലഞ്ച് ഇതാണ്, ഇത്ര റൺസ് ഡിഫെൻഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റും വരും. അതുപോലെ തന്നെ നമ്മളും ചിന്തിക്കും ഓക്കെ നമുക്ക് ബ്രെയിനിൽ എന്തെങ്കിലും വർക്ക് ഇട്ടാലാണല്ലോ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് ആവുക, അല്ലെങ്കിൽ നമുക്കൊരു കോമ്പറ്റീറ്റീവായിട്ട് ചിന്തിക്കാം. നമുക്കൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവത്തില്ല ഇതിൽ, ക്രിക്കറ്റിൽ. നമ്മൾ ഒന്ന് കോമ്പറ്റീറ്റീവായി ചിന്തിക്കാൻ തുടങ്ങിയാലാണ് നമുക്കും ക്രിക്കറ്റിൽ ഗ്രോത്ത് വരുള്ളൂ. നമുക്കൊരു കോമ്പറ്റീഷൻ കിട്ടിയാലാണ് നമുക്കൊരു ഗ്രോത്ത് വരുള്ളൂ. കോച്ചസ് എപ്പോഴും ആ ഒരു സംഭവം നമുക്ക് തരാൻ ശ്രമിക്കാറുണ്ട്, നമുക്കൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് തരാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ സെഷൻ ചെയ്യുമ്പോൾ അപ്പോൾ സെഷൻ ലൈവ്ലി ആയിട്ടിരിക്കത്തുള്ളൂ. കോച്ചസായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നു. ഈ പ്ലേയേഴ്സ് ഒക്കെ ബ്രോന്റെ അടുത്ത് പറഞ്ഞ എന്തെങ്കിലും മോട്ടിവേറ്റിംഗ് വേർഡ്സ് ഉണ്ടോ? ലൈക്ക് എന്തെങ്കിലും തളർന്നിരിക്കുമ്പോ എന്തെങ്കിലും വന്ന് പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, നമുക്ക് തളർന്നിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി ഒരു എൻ്റെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഫിസിക്കലി ഒരു ഇത് വന്നാലേ ഉള്ളൂ, അല്ലാണ്ട് മെന്റലി നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അത് ക്രിക്കറ്റിൽ, അത് ഈ സൈഡാമിൻ്റെ കാര്യത്തിൽ. അല്ലാണ്ട് പ്ലേയേഴ്സിൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് വിരാട് കോഹ്ലിൻ്റെ ഒക്കെ നമുക്കറിയാം 2 വർഷത്തെ ഒരു ഡൗൺഫോളിന് ശേഷം എങ്ങനെ പുള്ളി തിരിച്ചു വന്നു, ഇപ്പോൾ റൈസ് ഓഫ് ഫീനിക്സ് എന്ന് പറയുന്ന പോലെ പുള്ളി എങ്ങനെ കയറി വന്നതെന്നൊക്കെ കാര്യം നമുക്കറിയാലോ. ആളുടെ ലൈഫ് തന്നെ ഒരു ഭയങ്കര ഇതാണ്, എക്സാമ്പിളാണ്. അതുപോലെ ഈ സോഷ്യൽ മീഡിയ ക്രിറ്റിക്സ് ഒന്നും ആളൊന്നും ബോധർ ചെയ്യുന്നില്ല, കാരണം മിക്ക ഇവരുടെ ഫോണിൽ ഈ സോഷ്യൽ മീഡിയ സംഭവങ്ങളൊന്നുമില്ല. മെയിൻ ആയിട്ടുള്ള കാര്യം അവർ അന്ന് ബോധേഡല്ല, അവർ ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്സ്. അതായത് അവർ നമ്മൾ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് റിസൾട്ടിനെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവരുത്. നമ്മൾ എന്താണോ ചെയ്യണം, നമ്മുടെ കാലിബർ, നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ പ്രോസസ്സ്, ഇത് രണ്ടും കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ബാക്കിയുള്ള കാര്യം ബോധർ ചെയ്യേണ്ടതെന്നാണ് അവർ പറഞ്ഞു തന്നേക്കുന്ന സംഭവം. എനിക്ക് തന്നെയാണ് മെയിൻ ടിപ്പ് എന്ന് പറഞ്ഞ കാര്യം. അതായത് റിസൾട്ടിനെ പറ്റി ബോധറാവണ്ട, അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, അത് വന്നു കഴിഞ്ഞു പോയി, അതിൽ നിന്നുള്ള ലേണിങ്സ് എന്താണെന്ന് വെച്ചാൽ എടുക്കുക, മൂവ് ഓൺ ചെയ്യുക. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും മൂവ് ഓൺ ചെയ്യുക, അതിൻ്റെ നല്ല വശങ്ങൾ എടുക്കുക. അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ കുറെ അപ്കമിങ് ക്രിക്കറ്റേഴ്സ്, ഇപ്പൊ RCBക്കും CSKക്കും ഇന്ത്യൻ ടീമിനും എല്ലാ ടീമിനും കളിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറെ അപ്കമിങ് ക്രിക്കറ്റേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇപ്പൊ ഈ പ്ലേയേഴ്സിന്റെ അടുത്ത് കിട്ടിയെന്ന് പറഞ്ഞൊരു മോട്ടിവേഷൻ സംഭവമില്ല, ഒരു ടിപ്പില്ല. അതായത് നിങ്ങളുടെ ടാലന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവുള്ളതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കണത്. കാരണം ഇത്രയും മില്യൺസ് ഓഫ് ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും, ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, ബഡിങ് ക്രിക്കറ്റേഴ്സ് ഉണ്ടാവും. അത് അവിടുന്ന് നിങ്ങളൊരു നാഷണൽ ലെവൽ അല്ലെങ്കിൽ IPL ലെവലിൽ ഒരു ലെവലിന് റെപ്രസെന്റ് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാലന്റ് ഉണ്ടാവും. ആ ടാലന്റിൽ ട്രസ്റ്റ് ചെയ്യണം എപ്പോഴും. ഒരിക്കലും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് വിചാരിച്ച പോലെ വന്നില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും ബോധേഡ് ആവരുത്. നിങ്ങളുടെ റിസൾട്ട് മാറ്ററേ അല്ല. അതായത് എന്തെങ്കിലും ആയിട്ട് നിങ്ങളുടെ ടാലന്റ്, അതായത് നിങ്ങളുടെ ടാലന്റ്, ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്താൽ ഒബ്വിയസ്ലി റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഉണ്ടാവും പറഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾ എത്തുന്ന സ്ഥലത്ത് എത്തും. കുറച്ച് ലേറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ആ ടൈം പീരീഡ് മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ചെയ്യാനുള്ള കാര്യം കറക്റ്റായിട്ട് ചെയ്തു തീർക്കുക. അതായത് റിസൾട്ട് ഇതല്ലാണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ പ്രാക്ടീസ് ആണെങ്കിൽ പ്രാക്ടീസ് ഒരു മുടക്കമില്ലാണ്ട് ചെയ്യുക. അതുപോലെ തന്നെ മാച്ചസിൽ പെർഫോമൻസ് ആണെങ്കിൽ അത് പെർഫോമൻസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഒരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ ചിലപ്പോൾ അന്നൊരു ബോളർ ഏറ്റവും ബെസ്റ്റ് ബോളറായിരിക്കും ചിലപ്പോൾ ഔട്ടാണ്, നല്ലൊരു ബാറ്റ്സ്മാൻ, അവൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ആ റിസൾട്ടിൻ്റെ കാര്യത്തിൽ ബോധേഡായി കഴിഞ്ഞാൽ നമുക്കൊരു ഫർദർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവത്തില്ല. നിങ്ങളുടെ പ്രോസസ് എന്താണെന്ന് വെച്ചാൽ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ വീക്സ് ആണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുക, അത് ഓവർകം ചെയ്തിട്ട് പെർഫോം ചെയ്യുക. അത്രേ ഉള്ളൂ. പ്രാക്ടീസും ഈ മാച്ചസ് മുടക്കാണ്ടിരിക്കുക. ഓക്കെ ബ്രോ.
ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.